ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് മിൽക്ക് ഷേക്കാണ്, ചക്കക്കുരു മിൽക്ക് ഷേക്ക്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുവേണ്ടി ഞാൻ പ്രഷർ കുക്കറിൽ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 വിസിൽ മതി നമുക്ക് വെന്ത് കിട്ടാൻ, നല്ലപോലെ വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് തൊലി അപ്പോൾ എളുപ്പം കളയുകയും ചെയ്യും. ഞാനിവിടെ ഒരു പാർഷ്യലി തൊലി കളഞ്ഞിട്ടുള്ളൂ, കാരണം തൊലിയോടുകൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പകുതി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടുള്ളൂ. അതോടുകൂടിയാണ് ഞാൻ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു 18 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 കപ്പ് പാല്, നല്ല കട്ടിപ്പാലാണ്, ഞാൻ ഫ്രീസറിൽ വെച്ചെടുത്ത പാലാണ്, കട്ടിയോട് കൂടിയ പാല്. 1/2 കപ്പ് പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ അത്യാവശ്യം മധുരം വേണ്ടതുകൊണ്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഏലയ്ക്ക ചതച്ചത്. അപ്പം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏലയ്ക്ക തൊലി ചതച്ചതും കൂടെ. പിന്നെ നമുക്ക് ആദ്യം പാല് സ്വല്പം ഒഴിച്ചിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ചക്കക്കുരു നല്ലപോലെ സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ സ്വല്പം പാലൊഴിച്ചിട്ട് ആദ്യം നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്കി പാലും കൂടെ നമുക്ക് ചേർക്കാം. ചേർത്ത് ഒന്നും കൂടെ നല്ല രീതിയിൽ അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഒരു കൺസിസ്റ്റൻസി. ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഇപ്പം ചക്കയുടെ സീസണുണ്ട്, എല്ലാവരുടെയും വീട്ടിൽ ചക്ക കാണും, ചക്കക്കുരു കാണും. അപ്പോൾ നിങ്ങളത് കളയേണ്ട ആവശ്യമില്ല. ചക്കക്കുരു വെച്ച് നമുക്ക് വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. ചക്കക്കുരു ഉപ്പേരി, ചക്കക്കുരു വരട്ടിയത്, ചക്കക്കുരു ഹൽവ, ചക്കക്കുരു പായസം, ചക്കക്കുരു വട, ചക്കക്കുരു കട്ട്ലറ്റ്, അങ്ങനെ കുറേ വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ലൊരു മിൽക്ക് ഷേക്കാണ്, ചക്കക്കുരു മിൽക്ക് ഷേക്ക്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബദാം ജ്യൂസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇത്. നല്ല ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കാണിത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. നിങ്ങൾ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കണം, അവർക്ക് നല്ല ഇഷ്ടപ്പെടും. അവർക്കും കുടിക്കാൻ നല്ലൊരു ഡ്രിങ്കാണിത്. പിന്നെ ഇതിന് നമുക്ക് ഐസ് ക്യൂബ്സും യൂസ് ചെയ്യാം. ഞാനിവിടെ നല്ല കട്ടിപ്പാലായതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാത്തത്. അപ്പം തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.